വോട്ട് ചെയ്യും. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള വോട്ട്. അതെ, വോട്ട് ചെയ്യും. അത് നിജി ജസ്റ്റിനല്ല, എക്സ് ഓർ വൈ ആരായിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന ആൾക്ക് എൻ്റെ വോട്ട് കിട്ടും. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സാക്ഷി. ഞാനത് അദ്ദേഹത്തിനോട് ഇന്നലെ പറഞ്ഞിരുന്നു. എനിക്ക് ആലോചിക്കാൻ സമയം വേണം. ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത് ഞാൻ വിട്ടു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഉപദേശിച്ചു. എൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് അദ്ദേഹം മാത്രമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മാറി നിൽക്കരുത്, വോട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ മുകളിലാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? അതിന് ഇവിടുന്നാണല്ലോ വഴി വെട്ടുന്നത്. അല്ല, ഇപ്പോഴും നേരത്തെ നമ്മളോട് പറഞ്ഞതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയും കൂടുതൽ എനിക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നൊക്കെ ഇവിടെ മാധ്യമ പ്രവർത്തകർ സൂചിപ്പിക്കുന്ന കണ്ടു. അദ്ദേഹം പറഞ്ഞതായിട്ട് അങ്ങനെ എന്നെ അച്ചടക്ക നടപടിയിലേക്ക് വരികയാണെങ്കിൽ അവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. സാമ്പത്തിക വിഷയമുണ്ട്. അല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് 10 കൊല്ലം ഇരുന്ന ഒരു മഹാനായിട്ടുള്ള നേതാവുണ്ടല്ലോ, രാജംപല്ലൻ, അവന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ എന്ത് കാര്യങ്ങളാ അതും എനിക്ക് പറയാം. അത് നെവർ ഒരു ഘട്ടം വന്നാൽ, അതായത് എനിക്ക് നേരെ അച്ചടക്ക നടപടി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതിലെ ഇൻക്ലൂഡിങ് രാജൻപല്ലൻ ആണ് അതിലൊരു കണ്ണി. അദ്ദേഹത്തിന് നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി, തൃശ്ശൂരിലെ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ ബലിയാടാക്കാൻ ഒരു ഘട്ടം വരെ എന്നെ മാറ്റി നിർത്തുകയും എനിക്കെതിരെ പല ആരോപണങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഒരു മഹാനാണ് അദ്ദേഹം.